കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. ഓടാനും പറ്റില്ല, പറക്കാനും പറ്റില്ല, സ്ട്രെങ്ത്തും ഇല്ല. എന്തെങ്കിലും ഒരു പവർ ഉണ്ടാവില്ല പ്ലൂട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഹീലിംഗ് പവർ ആണെങ്കിലോ? അതൊന്ന് ട്രൈ ചെയ്താലോ? ജാതുവിനെ കണ്ടിട്ടില്ലേ? മുറിവുണക്കാനുള്ള കഴിവാ. മുറിക്കട്ടെ. അളിയ എന്നോട് സ്നേഹമില്ലേ? വിക്കി അരുത്. അപ്പൊ എന്റെ കൈ മുറിച്ച് കഴിഞ്ഞാൽ ഹീൽ ചെയ്യല്ലോ അല്ലേ? വിക്കി വേണ്ട വിക്കി. വിക്കി അത് അബദ്ധമാണ്. എന്നാ പിന്നെ വിരലിന്റെ അറ്റത്ത് മതി. എന്തെങ്കിലും ചെയ്യുള്ളൂ, എന്തെങ്കിലും ചെയ്യുള്ളൂ. എന്ത് അബദ്ധമാണ് താങ്കൾ കാണിച്ചത്? എങ്ങനെ? ഇനി നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആശുപത്രിയിൽ പോകാം. ഭാഗ്യത്തിന് ഞരമ്പ് കെട്ടിയതില്ല. അമ്മയുടെ വഴിപാടിന്റെ ഗുണം. താങ്കളോട് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. പറ. അങ്ങീ ഗ്രഹത്തിലും എങ്ങനെയാണോ അങ്ങനെയല്ല. അതിനേക്കാൾ പരിതാപകരമായ സ്ഥിതിയാണ് എനിക്കെന്റെ പ്രപഞ്ചത്തിലുള്ളത്. അതായത് അങ്ങേക്കാൾ വലിയ തോൽവി. ഇതെന്താ? എന്നുവെച്ചാ ഏലിയന് സൂപ്പർ പവർ ഒന്നുമില്ല. ആകെയുള്ളൊരു കഴിവ് ഇരുട്ടത്ത് കണ്ണ് കാണാന്നുള്ളതാ. അതുകൊണ്ട് കക്കാൻ പോകുന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. 96,362 രൂപ. ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? മീരയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ജോസ് എന്നെ വേണ്ടി പുച്ഛിക്കില്ലേ? നാട്ടുകാരെ മുന്നേ ഞാനൊരു ഫൂളാവില്ലേ? താങ്കൾ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നു. നിർത്തണോ നിന്റെ മണിപ്രാവളം? ഭൂലോക തോൽവിയും അതിനോട് എഴുത്തച്ഛന്റെ ഭാഷയും. മര്യാദക്കുള്ള റീലും മീമും ട്രോളും ഒക്കെ കണ്ട് മനുഷ്യന്മാരെ പോലെ സംസാരിക്കാൻ പഠിക്കണം. മനസ്സിലായ? അപ്പം ആൽക്കഹോൾ? ആൽക്കഹോൾ ഇല്ല. ഇന്ന് എനിക്ക് അടിക്കണ കേട്ടോ. തഥാസ്തു. എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. ഒന്ന് രണ്ടാഴ്ചയായിട്ട് മീര ഇഗ്നോർ ചെയ്തോണ്ടിരിക്കുക. കാര്യമായിട്ട് എന്താ ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ പണിവാളും. അളിയൻ ഇങ്ങനെ സ്കെബിഡി കളിച്ചിടന്ന അവള് സസ്സാവില്ലേ? അളിയൻ ഡ്രിപ്പ് ഗെയിം സ്ട്രോങ് ആക്കി റിസ്ക് പിടിക്കാൻ നോക്ക്. അളിയന്റെ അടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞോ? ഒന്നേ കളരിക്ക് പുറത്ത് അല്ലെ ആശാന്റെ നെഞ്ചത്ത്. ഇതിന്റെ ഇടയെ പിടിക്കാൻ പറ്റുമോ? അളിയനെ കടിക്കണ്ട, എല്ലാം സെറ്റാ. ഇപ്പൊ സെറ്റായി. ഇപ്പോഴാണ് ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നത്. അതുകൊണ്ടെന്താ കാര്യം? ഏലിയണ്ടൊക്കെ ഇറക്കി ആൾക്കാരെ മുന്നിൽ ഷൈൻ ചെയ്യാന്നായിരുന്നു എന്റെ പ്ലാൻ. അത് മൂഞ്ചില്ലേ? മൂഞ്ചി. ഞാൻ നോക്കിയിട്ടൊരു വഴി ഉണ്ട്. ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് അവളെ മുന്നേ കൊണ്ട് സർപ്രൈസ് ചെയ്താലോ? എന്റെ വേൾഡിൽ പോലും ഞാൻ ആരെയും കാട്ടിയിട്ടില്ല. അപ്പോഴാണ് ഭൂമിയിൽ. അയ്യോ അതല്ല, അതായത് ഈ കയ്യും ചെവിയൊക്കെ കണ്ടു കഴിയുമ്പോ ഏലിയനാന്ന് അവൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ അവള് സർപ്രൈസ് ആവില്ലേ? അതിലൊരു ഡ്രസ് ഉണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് മനുഷ്യന്മാരുടെ ഡബിൾ മീനിങ് ചിന്തിച്ചു പോയി. അത് കുഴപ്പമില്ല. എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് സർപ്രൈസ് കൊടുത്താലോ? കൊടുക്കാം. എന്നാ പോ. അളിയൻ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ സിഗ്നൽ തരുമ്പോ വന്നാ മതി. പിന്നെ അളിയനെ കണ്ടവളെ ഞെട്ടുന്നത് എനിക്ക് വീഡിയോ എടുക്കണം. ഓക്കെ? രാത്രി കൂളിംഗ് ഗ്ലാസ് വെക്കണ കുറച്ച് ക്രിഞ്ചല്ലേ? കൂളായിട്ടുള്ളവർക്ക് എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കാം. വെയിറ്റ് ചെയ്യാം. അടുത്ത ക്രിഞ്ച്. അമ്മേ, ഞാനാ? എന്താ കാര്യം? കാശ് വല്ലതും വേണോ? അതോ പുതിയ പണി വല്ലതും ഒപ്പിച്ചോ? അയ്യോ അതൊന്നുമല്ല, ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വന്നാ. വിക്കി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിന്നെ കാണാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. And you completely ignored me. അല്ല, അത് എന്താന്ന് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നത്. അപ്പൊ നിന്റെ പ്രോബ്ലംസ് കേൾക്കൽ മാത്രമാണോ എന്റെ പണി? ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആരോട് പറയും? നിനക്കെന്ത് പ്രശ്നം? അത് ശരിയാണല്ലോ. ഒന്നില്ലട വിട്ടേക്ക്. കണ്ടോ, ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ വേറെ എവിടെ കിട്ടും? കിട്ടില്ല, എവിടെയും കിട്ടില്ല. അതാണ്. നമുക്ക് നിർത്താം. എന്ത് നിർത്താന്ന്? വിക്കിയുടെ ബ്രേക്ക്. ബ്രേക്ക്? You mean like a breakup? അതെ. മീര അങ്ങനെ പറയല്ലേ. നീ സീരിയസ് ആയിട്ടാണോ? വിക്കി, ലീവ് മീ അലോൺ.
എന്താ സിഗ്നൽ തരാന്ന് പറഞ്ഞിട്ട് തരായിരുന്നത്? ആകെ ഒരു അടിയുടെ ഒച്ച മാത്രം കേട്ടുള്ളൂ. ഇനി അതായിരുന്നു സിഗ്നൽ. അളിയ അവള് പോയി. അതിനെന്താ? അളിയനല്ലേ പറഞ്ഞത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും പോണാൽ പോകട്ടും പോടാ. മീര പോയി വാ. എന്തൊക്കെ കാണണേ ഭൂമിയിൽ. ഇനി അളിയന്റെ സാഡ് റാപ്പ് ആയിരിക്കില്ലേ?